ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നതായ യേശുക്രിസ്തുവിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആത്മീയമായി ഭൗതികമായി അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ചിന്തയ്ക്കെടുത്തുന്ന വേദഭാഗം ലൂക്കോസ് 5:8. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വചനം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ ജനത്തോട് സംസാരിക്കണമേ. ദൈവമേ, വചന ഹൃദയത്തിൽ ആഴത്തിലിറങ്ങി 100 മേനി ഫലം ചെയ്യാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മീകമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനം കേൾക്കുന്നവർ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവന് അവകാശിയായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടതിനാൽ യേശു നാം തന്നെ ആമേൻ. ദൈവവചനം ഒരിച്ചുകൂടെ വായിക്കാം. ലൂക്കോസ് 5:8. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഈ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ അരുമനാഥനെ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വേളയിൽ ഉണ്ടായ സംഭവമാണ്. യേശു ഗെന്നസരത്ത് ആ തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ഒരുപാട് പുരുഷാരം വന്നുകൂടി. യേശുവിൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന ലാവണ്യ വചനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് പുരുഷാരം എല്ലാം തന്നെ അവിടെ ഒത്തുകൂടിയത്. അപ്പോൾ ഒരുപാട് പുരുഷാരത്തെ കണ്ടിട്ട് യേശു ശീമോൻ പത്രോസ് ഉള്ളതായ ആ പടകിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് ശീമോൻ പത്രോസിനോട് ഒന്ന് കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമുക്ക് നോക്കുമ്പോൾ ആ തടാകത്തിൻ്റെ കരയിൽ ഒരുപാട് പടകുണ്ടായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്. വള്ളങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ നിറച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ആ തടാകത്തിൻ്റെ കരയിൽ ഒരുപാട് പടകുണ്ടായിരിക്കാം. പക്ഷേ യേശു ചെന്നത് ശീമോൻ പത്രോസ് ഉള്ളതായ പടകിൻ്റെ അടുത്തേക്കാണ്. അവിടെ ദൈവപൂർത്തിക്കായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ തേടി യേശുവിൻ്റെ സ്നേഹം നമ്മെ തേടിയെത്തിയതാണ്. ഒരു നാളിൽ നമ്മൾ യേശുവിനെ അറിയാത്തവരായിരുന്നു, എങ്ങനെയോ ജീവിച്ചവരായിരുന്നു. പക്ഷേ യേശുവിൻ്റെ സ്നേഹം നമ്മളെ തേടിയെത്തി. ആ യേശുവിനെ അറിയുവാൻ സാധിച്ചു. പിന്നീടൊരു പുതു ജീവൻ, പുതു സൃഷ്ടിയായി തീരുവാൻ വേണ്ടി യേശു നമ്മളെ സഹായിച്ചു. അതുപോലെ ഇത്രയും പടകൊണ്ടായിരുന്നിട്ട് യേശു ആ ശീമോൻ പത്രോസ് ഇരുന്നതായ ആ ഒരു പടകിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് യേശു ആ ശീമോനോട് തൻ്റെ പടക് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു എന്നാണ്. കണ്ടോ, ദൈവമായിരിക്കെ, യേശു ദൈവമാണ്. പക്ഷെ തൻ്റെ ആ ഒരു സംസാരം ഒരു അപേക്ഷ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ മാതൃകയാണ് പിന്തുടരുന്നത്. അപ്പോൾ നമ്മുടെ സംസാരവും യേശുവിൻ്റെ മാതൃകയായിട്ടായിരിക്കണം. തൻ്റെ സർവ്വസൃഷ്ടികളായ ആ എല്ലാം സൃഷ്ടിച്ച ദൈവം ആ ശീമോനോട് തൻ്റെ പടക് അല്പം ഒന്ന് നീക്കണമെന്ന് അപേക്ഷിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ മാതൃക പിന്തുടരുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കാം. യേശു എന്നിട്ട് ആ ശീമോൻ പത്രോസ് ഇരുന്നതായ പടകിൽ കയറി പുരുഷാരത്തോട് എല്ലാം സംസാരിച്ചു. തൻ്റെ ലാവണ്യ വചനങ്ങൾ അറിയിച്ചു. അപ്പോൾ അതെല്ലാം ശീമോൻ പത്രോസ് തൻ അടുത്ത് നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നായിരിക്കാം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു പത്രോസിനോട് ആഴത്തിൽ വലയിറക്കുക എന്ന് ആവശ്യപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ശീമോൻ പത്രോസ് പറയുക, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. കണ്ടു, യേശു ആ ശീമോൻ പത്രോസിനെ അറിഞ്ഞു. അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു നിരാശയോടെയാണ് അവൻ നിന്നിരുന്നത്. താൻ രാത്രി മുഴുവൻ വലയെറിഞ്ഞു, പക്ഷെ ഒരു മീൻ പോലും കിട്ടിയില്ല എന്നുള്ള വളരെ വലിയൊരു സങ്കടത്തിലാണ് ഇരുന്നത്. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ, നിലവുകളെ, സങ്കടങ്ങളെ എല്ലാം അറിയുന്നതാണ് യേശുക്രിസ്തു. നമ്മൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെല്ലാം യേശു അറിയുന്നുണ്ട്. താൻ കണ്ടോ, ആ പത്രോസ് താൻ വലയിറക്കിയിട്ട് ഒരു മീൻ പോലും കിട്ടാതെ നിരാശയായിട്ടാണ് അവിടെ നിന്നത്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് യേശു പറയുക, ആഴത്തിലേക്ക് വലയെറിയുവാൻ വേണ്ടി. അപ്പോൾ യേശു പറഞ്ഞത് കേട്ട്
ശീമോൻ പത്രോസ് ആഴത്തിലേക്ക് വലയെറിഞ്ഞപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടുവാൻ സാധിച്ചു. അപ്പോൾ അത് ദൈവപ്രവൃത്തിയായിട്ട് കാണുവാൻ സാധിക്കും. പെരുത്ത മീൻകൂട്ടം കിട്ടുമ്പോൾ വളരെ സന്തോഷിക്കുകയാണ് ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു മുക്കുവന് വളരെ സന്തോഷം തോന്നും. അയ്യോ, എനിക്ക് ഒരുപാട് പണം കിട്ടുമല്ലോ, ഞാൻ ഇപ്പോൾ സമ്പന്നനാവുമല്ലോ എന്ന് വിചാരിച്ച് ആ പെരുത്ത മീൻകൂട്ടത്തിൽ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ പത്രോസിനെ നോക്ക്, അവൻ്റെ ജീവിതത്തിൽ അവനൊരു വലിയൊരു മാനസാന്തരമാണ് ഉണ്ടാകുന്നത്. അവൻ ഉടൻ തന്നെ യേശുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട്, ഞാൻ പാപിയായ മനുഷ്യൻ, അതുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശു വന്നു. അവൻ അത്ഭുതം ചെയ്തപ്പോൾ അവൻ യേശു ആരെന്ന് മനസ്സിലായി. എന്നിട്ട് അവൻ തന്നെ മാനസാന്തരപ്പെടുകയാണ്. ഞാൻ പാപിയായ മനുഷ്യനെന്ന് അവൻ യേശുവിനോട് പറഞ്ഞ് മുട്ടുകുത്തി യേശു എന്നെ വിട്ടുപോകണമെന്ന് അപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മളെ തേടിയെത്തി. ആ സ്നേഹം നമ്മൾ അറിഞ്ഞു, നമ്മൾ മാനസാന്തരപ്പെട്ടോ, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുവോ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ നോക്കി വിലയിരുത്താം. അതാ ഇന്നും നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടും നമ്മളൊരു പുതിയ സൃഷ്ടിയാവാതെ പഴയ രീതിയിലാണോ ജീവിക്കുന്നത്? നമ്മുടെ സംസാരം, പ്രവൃത്തി എല്ലാം യേശുവിന് ഇഷ്ടമുള്ള രീതിയിലാണോ ജീവിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിലയിരുത്താം. യേശുവിനെ അറിഞ്ഞ ശേഷം പഴയത് കഴിഞ്ഞുപോയി, ഒരു പുതിയ സൃഷ്ടിയാണ്, ഒരു പുതു മനുഷ്യനാണ് യേശുവിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ. അപ്പോൾ അങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ എന്ന് വിലയിരുത്താം. അങ്ങനെ അല്ലാത്ത പ്രവൃത്തിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നീ പകൽക്കാലം യേശുവിനോട് പറഞ്ഞ് നമുക്ക് മാനസാന്തരപ്പെടാം. നമ്മുടെ ജീവിതത്തിലൊരു മാനസാന്തരത്തിൻ്റെ അവസ്ഥ വരാം. അയാളെ മകനെ നോക്ക്, തൻ്റെ സമ്പാദ്യമെല്ലാം അപ്പൻ്റെ നിന്ന് വാങ്ങിച്ച് ഒരു സമയം അപ്പൻ്റെ കൂടെ സമാധാനത്തിലും സന്തോഷത്തിലുമായിരുന്നു. പക്ഷേ അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലേക്ക് പോയി എനിക്ക് പിതാവിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം വാങ്ങിക്കൊണ്ട് ലോകത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ ലോകക്കാർ തന്നെ കൈവിട്ടപ്പോൾ തനിക്കുള്ളത് എന്താണോ ഉണ്ടായിരുന്നത് അതെല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും കൈവിട്ടപ്പോൾ ഒരു പ്രമാണിയുടെ വീട്ടിൽ പോയിട്ട് പന്നിയുടെ വാളരങ്ങ പോലും തിന്നാൻ പറ്റാതെ വിഷമിച്ച്, അതുപോലും തിന്നാനില്ലാതെ വിഷമിച്ചു. അപ്പോഴാണ് തൻ്റെ അപ്പനെ ഓർത്തത്. തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എന്തുമാത്രം സന്തോഷമുണ്ടായിരുന്നു, എന്തുമാത്രം സമാധാനം ഉണ്ടായിരുന്നു. ഒരുപാട് ദാസന്മാർ അവിടെ താമസിക്കുന്നു. താൻ അതിലും മാനസാന്തരപ്പെട്ടു. ഞാൻ അപ്പൻ്റെ അടുത്ത് മടങ്ങിച്ചെല്ലും, അപ്പൻ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നത് ഏറ്റു പറഞ്ഞു. അങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ ആ അപ്പൻ തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ തൻ്റെ മകൻ വരുന്നതായിട്ടും നോക്കിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതേപോലെ നമ്മുടെ കർത്താവ് നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മടങ്ങി വരുമെന്ന് കാത്തിരിക്കുക. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കും. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ മാനസാന്തരം ഉണ്ടാകട്ടെ. നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ആ ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ ആ അപ്പൻ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു, തൻ്റെ മോതിരം കൊടുത്തു, തൻ പുതിയ ഡ്രസ്സ് കൊടുത്തു, പുതിയ ചെരുപ്പ് കൊടുത്തു, കാളക്കുട്ടിയെ അറുത്ത് സന്തോഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതേപോലെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലൊരു മാനസാന്തരം നടന്നാൽ സ്വർഗം സന്തോഷിക്കും. ഒരു പുതിയ മനുഷ്യനാകുക, പഴയതിലോട്ട് മാറിയിട്ട് ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൻ്റെ മകൾ അല്ലെങ്കിൽ മകനായിട്ട് നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറിയാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആ പത്രോസിൻ്റെ ജീവിതത്തിൽ നോക്ക്, തൻ്റെ മനസ്സിൽ നിരാശ യേശു അറിഞ്ഞിട്ട് അവന് മീനായിരുന്നു ആവശ്യം, അവനത് കൊടുത്തു. പക്ഷേ അവന് അതുണ്ടാക്കി പണം ഉണ്ടാക്കണമെന്നല്ല അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. ആ പത്രോസിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് തൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാവബോധമാണ് ഉണ്ടാകുന്നത്. താൻ പാപിയായ മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ വിട്ടുപോകണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു അതിനെ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് പറയുക. ദൈവപ്രവൃത്തി അവിടെ നടക്കുക. കണ്ടോ, നമ്മുടെ ജീവിതത്തിലും വലിയ മാനസാന്തരം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളൊക്കെ യേശുവിനോട് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. അതാണ് നമ്മുടെ ജീവിതത്തെ തടസ്സമായി നിൽക്കുന്നത്. ഒന്നും കിട്ടാത്ത അവസ്ഥ കണ്ടോ, ഏതവസ്ഥയിലായിരുന്നു പത്രോസ്? ഒന്നും കിട്ടാത്ത അവസ്ഥ. അതേപോലെ ഈ വചനം കേൾക്കുന്നവരാരെങ്കിലും തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും, എന്തൊക്കെ പദ്ധതി ചെയ്തിട്ടും, എല്ലാം ചെയ്തിട്ടും തകർന്ന് ഒന്നിലും രക്ഷപ്പെടാതെ കിടക്കുന്ന അവസ്ഥയിലാണോ?
നിങ്ങൾ ദൈവത്തോട് പറയുക. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലുണ്ട്, ദൈവപ്രവൃത്തി നിങ്ങളിലുണ്ട്. നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവമേ, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഞാൻ പാപിയാണ്, എന്തൊക്കെ കുറവുകളുണ്ടോ, ദൈവത്തിനോട് അടുക്കാൻ വേണ്ടി പറ്റാതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടോ അതെല്ലാം നമ്മൾ പറഞ്ഞ് ഉപേക്ഷിക്കുക. ആ പത്രോസിനൊക്കെ യേശുവിൻ്റെ കാൽക്കൽ വീണു. അയ്യോ, ഞാൻ പാപിയായ മനുഷ്യനാണ്, അതുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് അപേക്ഷിച്ചു. അതേപോലെ നമ്മളും യേശുവിൻ്റെ കാൽക്കൽ വീഴാം. എന്നിട്ട് പറയാം, ഞാൻ പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഓരോ പാപവും നമ്മൾ പറഞ്ഞുകൊണ്ട് വലിയൊരു അനുതാപം നമ്മളെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ. എന്നിട്ട് ആ പാപങ്ങളൊക്കെ പറഞ്ഞ് ഉപേക്ഷിക്കുക. എന്നിട്ട് പഴയ ജീവിതം മാറി പുതിയ ജീവിതത്തിലേക്ക് പോവുക. യേശുക്രിസ്തു പറയുന്നതിനാൽ പഴയ ജീവിതം കഴിഞ്ഞു പോയി, ഇനി പുതിയ ജീവിതത്തിൽ പുതിയ മാറ്റമാണ്. പഴയ പ്രവൃത്തികളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുവാതെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധയോടെ നമ്മൾ പാപത്തിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണ് പാപം. ആ കൽപ്പന ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം കൽപ്പന തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ആ വഴിയെ തന്നെ ജീവിക്കണം. അത് എല്ലാവരും ജീവിക്കും പോലെ അല്ല, എല്ലാവരും സംസാരിക്കും പോലെ സംസാരിക്കാൻ പറ്റത്തില്ല, എല്ലാവരും പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല. ദൈവത്തിൻ്റെ മക്കൾക്ക് അനുസരിച്ച് നടക്കാൻ വേണ്ടി ഒരു ചട്ടമുണ്ട്, ഒരു നിയമമുണ്ട്. അപ്പോൾ അതിൻ്റെ ലംഘനമാണ് പാപം എന്ന് പറയുന്നത്. പക്ഷെ ആ പാപത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിക്കുക. അപ്പോൾ ആ സമയത്ത് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പത്രോസിൻ്റെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് പത്രോസ് എല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. അങ്ങനെ ആ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ദൈവപ്രവൃത്തി നടന്നു. അതോടുകൂടി ആ യേശുവിനെ കണ്ട് യേശു ആരെന്ന് മനസ്സിലായി. തൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ആ യേശുവിനെ അനുഗമിക്കുന്ന സകലം വിട്ട് ആ വള്ളവും വലയും ആ മീനും വളരെ വില കൂടിയ മീനായിരിക്കും ആ വല നിറയെ കിട്ടിയത്. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ അനുഗമിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല, ഈ ലോകത്ത് സമ്പാദിക്കാൻ വേണ്ടി നമുക്കൊന്നുമില്ല, എല്ലാം മായയായിട്ട് മറിഞ്ഞു പോകുന്നതാണ്. നമുക്ക് അലോമ വിളിച്ചു പറയുക, ലോകത്തിലുള്ള എല്ലാം മായെന്ന്. നമ്മളൊന്ന് ലോകത്തിലേക്ക് നോക്ക്, നമ്മളെ കൈപ്പഴിയിൽ പിടിച്ചൊതുക്കാൻ കഴിയുന്നതും എല്ലാം ഇങ്ങനെ വച്ചിരിക്കാൻ കഴിയുന്നതും ഒന്നും തന്നെയില്ല. എല്ലാം മായയായിട്ട് മറിഞ്ഞു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ ആ ഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. സകലതും വിട്ട് ആ യേശുവിനെ യേശുവിൻ്റെ ഹിതത്തിന് വേണ്ടി അനുഗമിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. യേശുവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ സാധിക്കാം. നമ്മൾ യേശയ്യാവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ യേശയ്യാവ് ദൈവം ഉപയോഗിച്ച വലിയൊരു പ്രവാചകനാണ്. ആ ഇസ്രായേൽ മക്കള് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ജനമായി ദൈവം വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നതാണ് ഇസ്രായേൽ മക്കളെ. മിസ്രയീമിൽ അടിമയായിരുന്ന ഒരു സമയം. പക്ഷേ അടിമത്തത്തിൽ നിന്ന് വളരെ അത്ഭുതങ്ങൾ 10 ബാധ അവർ കാണുക ചെയ്തു. വളരെ അത്ഭുതങ്ങളിൽ കൂടെയാണ് ആ ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്. അവരെ കൊണ്ടുവന്നു, സ്വർഗീയ മന്ന കൊടുത്തു, കരിങ്കൽ പരന്ന് വെള്ളം കൊടുത്തു, ആ ചെങ്കടൽ ഭേദിച്ച് ആ ഉണങ്ങിയ നിലത്തിൽ കൂടെ നടത്തി. തന്നെ തകർത്തുകൊണ്ടിരുന്ന ആ മിസ്രയീമ്യരെ ദൈവം തകർത്ത് കളയുന്നതായിട്ട് കണ്ട ജനം, ദൈവത്തെ അറിഞ്ഞ ജനം. പക്ഷെ ദൈവത്തെ വിട്ടുമാറി ബാൽ ദൈവത്തെയും അസ്തരോത്ത് പ്രതിമകളെയും ആരാധിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ജീവനുള്ള ദൈവത്തെ അവർ വിട്ടുകളഞ്ഞു. അങ്ങനെ അവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അപ്പോൾ യെശയ്യാവ് 6-ാം അധ്യായം നോക്കുമ്പോൾ യെശയ്യാവ് ഒരു ദർശനം കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യെശയ്യാവ് കാണുകയാണ് ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതും അതിന് ചുറ്റും സാറാവുകൾ നിൽക്കുന്നതും എല്ലാം കാണുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ദർശനം കണ്ടപ്പോൾ യെശയ്യാവ് പറയുക, അയ്യോ, ഞാൻ അശുദ്ധിയുള്ള നാവുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള നാവുള്ള ആ ജനങ്ങളുടെ ഇടയിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു കുറ്റബോധം ആ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ദൂതൻ ഒരു തീക്കണൽ കൊണ്ട് ആ നാവിൽ തൊടുകയും നിന്റെ പാപങ്ങളെല്ലാം നിന്റെ നാവ് ശുദ്ധിയുള്ളതായി തീർന്നു, നിന്റെ പാപങ്ങളെല്ലാം മാറിപ്പോയതായിട്ട് കാണുവാൻ സാധിക്കും. അതേപോലെ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകണം. യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്.
ആ രക്തത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധിയുള്ളതായിട്ട് ജീവിക്കണം. നമ്മൾ പാപത്തിലല്ല ജീവിക്കേണ്ടത്, പിന്നെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ആ യെശയ്യാവ് പറയുക, അയ്യോ, ഞാൻ അശുദ്ധിയുള്ള നാവുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള ജനത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നു, ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ താൻ ആരെന്നും താൻ എങ്ങനെയുള്ള ആളെന്നും മനസ്സിലായപ്പോൾ ദൈവം പറയുക, ഞാൻ ആരെ അയക്കേണ്ടോ, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന്. അപ്പോൾ യെശയ്യാവ് പറയുക, ഞാൻ അടിയനെ അയക്കണമേ എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പിന്നീട് ദൈവം വളരെ ഒരു പ്രവാചകനായിട്ട് ആ ഇസ്രായേൽ മക്കളെ തിരിച്ച് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച വലിയൊരു പ്രവാചകനായി തീരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുറവുകളൊന്ന് എന്താണ്, നമ്മുടെ കുറവുകളൊന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്ന് നമ്മൾ സ്വയം തന്നെ ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവത്തിന് ആ പാപങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ പാപത്തിൽ നിന്ന് ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ ദൈവത്തിനോട് ഉപയോഗപ്പെടുവാൻ വേണ്ടി സാധിക്കും. യേശു ഭൂമിയിലേക്ക് വന്നത് ദൈവമായിരിക്കും തൻ്റെ മഹത്വം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭൂമിയിലേക്ക് വന്നത് ഈ പാപികളും അകൃത്യവും കിടന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അകൃത്യത്തിലായിരുന്നു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. നമ്മളെ സ്നേഹിച്ച കർത്താവാണ്. നമ്മുടെ അകൃത്യം കണ്ടിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞ കർത്താവിനെയല്ല കാണുന്നത്, നമ്മളെ സ്നേഹിച്ച കർത്താവിനെയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് യേശു കാൽവരി ക്രൂശ് യാഗമായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ പാപിയാണെന്ന് കൊണ്ട് വിലപിക്കേണ്ട ആവശ്യമില്ല. ആ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി ദൈവത്തിന് ഉപകാരപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. യേശു പറഞ്ഞിട്ട് പോയതാണ്, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ വേണ്ടി പോകുന്നെന്ന്. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾക്ക് യേശുവിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കഷ്ടതയുണ്ടായിരിക്കും, ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നിത്യയിലോട്ടാണ് നോക്കാനുള്ളത്. നിത്യയിൽ നമുക്ക് നല്ലൊരു ഭവനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ നമ്മൾ ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. കാരണം നമ്മുടെ പാപമാണ്. ആദാമും ഹവ്വയും കൂടെയുള്ള പാപം നമ്മളിലായിട്ട് വന്നായിട്ടാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. അവർ ആ പാപം വന്നില്ലേ ദൈവത്തിൻ്റെ കൂടെ വസിക്കാനുള്ള നമ്മളാണ്. അതുകൊണ്ട് ആ പാപത്തിൽ നിന്ന് വിട്ടറിയുക. പിന്നീട് യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക എന്നുള്ള പദ്ധതി നിലവിൽ വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മളെ ഒരുക്കാം, നമ്മൾ മറ്റുള്ളവരെയും ഒരുക്കാം. ആദാമിലും ഹവ്വയെ കൂടി എന്നുള്ള പാപം നമ്മളിലുണ്ട്. നമ്മൾ അല്ലാതെയും അകൃത്യത്തിന് വേണ്ടി ചെയ്ത് നമ്മൾ പാപികളായിട്ട് ദൈവത്തിൽ നിന്ന് മാറി ജീവിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. ആ പാപമെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ മകനായി ജീവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പത്രോസ് യേശുവിനെ അറിയാത്തതായിരുന്നു. ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. തൻ്റെ പഠിത്തവും ഒന്നുമില്ല, ഒരു ചെറിയൊരു മീൻപിടുത്തക്കാരനായിട്ട് ജീവിച്ചതായിരുന്നു. പക്ഷേ യേശുവിൻ്റെ സ്നേഹം പത്രോസിനെ തേടിയെത്തി. എത്രയോ പടകുണ്ടായിരുന്നിട്ട് അതെല്ലാം കയറാതെ യേശു പത്രോസിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് കാണുവാൻ സാധിക്കും. തൻ്റെ പടകിൽ കയറിയിരുന്ന യേശു ലാവണ്യമായിട്ട് വചനങ്ങളെല്ലാം പത്രോസ് കേട്ടു. യേശു ആരാണെന്ന് മനസ്സിലായി. പിന്നീട് തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഹൃദയത്തിൽ എന്താണ് നിരാശ അത് അറിഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, ആഴത്തിലേക്ക് വലവീശുക എന്ന് പറഞ്ഞപ്പോൾ വെളുത്ത മീൻകൂട്ടം കിട്ടിയെങ്കിലും ആ മീൻകൂട്ടത്തിലല്ലായിരുന്നു ശ്രദ്ധ. താൻ പാപിയായ മനുഷ്യനാണ്, ഈ നിൽക്കുന്ന ആരാണ്? യേശു ആണെന്ന് മനസ്സിലായിട്ട് തൻ്റെ പാപത്തിൻ്റെ വലിയൊരു ബോധമാണ് പത്രോസിന് തൻ്റെ ജീവിതത്തിലുണ്ടായത്. അതുകൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് ചെയ്തപ്പോൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ദിവസമാണ്. പാപങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഓരോ സംഭവങ്ങളും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരുങ്ങിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ വരവ്, യേശു വരുമ്പോൾ നമ്മൾ നിത്യതയിലേക്ക് എടുക്കപ്പെടുമോ? നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ എവിടെ പോകും? നരകത്തിൽ പോകുമോ സ്വർഗരാജ്യത്തിൽ പോകുമോ? നമ്മൾ തന്നെ വിലയിരുത്തുക. 10 കന്യന്മാരെ നോക്ക്, അവർ ഒരുങ്ങിയിരുന്നു. പക്ഷേ 5 പേര് നല്ല ബുദ്ധിയുള്ളതായിട്ട് എണ്ണ നഷ്ടപ്പെടാതെ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ യേശുവിനെ മണവാളിനോട് കാത്തിരുന്നത് കൊണ്ട് അവർ നിത്യതയിൽ കയറിയും മണവാളിൻ്റെ സ്വസ്ഥതയിലോട്ട് കയറുവാൻ വേണ്ടി സാധിച്ചു. പക്ഷേ 5 ബുദ്ധിയില്ലാത്തവർ എണ്ണ അവർ കരുതി വച്ചില്ല, അവരങ്ങ് ഉറങ്ങിയായിരുന്നു. പക്ഷേ മണവാളം വന്നപ്പോൾ മണവാളിലൂടെ സ്വസ്ഥതയിലോട്ട് കയറുവാൻ വേണ്ടി സാധിച്ചില്ല. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരുന്നിട്ട് നമുക്ക് തള്ളിക്കളയേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പോകരുത്. 5 ബുദ്ധിയുള്ള മണവാട്ടികളെ പോലെ നമ്മുടെ ജീവിതവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു നിത്യതയിൽ നമ്മൾ അവകാശമായി തീരുവാൻ, ദൈവത്തിനോട് വസിക്കുക എന്നുള്ള പദ്ധതിയിലോട്ട് വരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൂടെ വസിച്ചാൽ നമ്മുടെ ഈ ഭൂമിയിൽ
നമുക്ക് കഷ്ടതയും പ്രതികൂലം പ്രതിസന്ധി ഉണ്ട് എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ കഷ്ടതയും പ്രതിസന്ധിയും രോഗവും ഇല്ലാത്തൊരു നാട്ടിലേക്ക് നമ്മളെ എത്തും. അവിടെ ഞാൻ ഭവനമൊരുക്കാൻ വേണ്ടി പോവുകയാണ്, ഭവനമൊരുക്കിയിട്ട് ഞാൻ നിങ്ങളെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് യേശുക്രിസ്തു പോയത്. ആ യേശുക്രിസ്തുവിൻ്റെ ആ വാക്കിൽ നമ്മുടെ നിത്യതയിലായിരിക്കണം നമ്മുടെ നോട്ടമല്ല, നമ്മുടെ പ്രത്യാശ. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രത്യാശയല്ല, ആ നിത്യതയിലായിരിക്കണം പോകേണ്ടത്. യേശുക്രിസ്തു നമ്മളെ വീണ്ടും ചേർക്കാൻ വേണ്ടി വരും. അത് നമ്മളെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിനെ സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ നിത്യത നമ്മൾ കൈവശമാക്കും. ഈ ലോകവും ദുരിതവും എല്ലാം മാറിയിട്ട് ദൈവത്തിനോട് വസിക്കുന്ന ഒരു ദിവസം സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ആ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ നോക്ക്, യെശയ്യാവ് ദൈവത്തെ കണ്ടതും തൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്താണ്? താൻ അകൃത്യമുള്ള നാവുള്ള മനുഷ്യൻ, താൻ അകൃത്യമുള്ള ജനത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തൻ്റെ ജീവിതത്തിൽ വലിയൊരു പാപഭാരം ഉണ്ടായിട്ട് അത് ഇങ്ങനെ പറയുമ്പോൾ ആ പാപം ഇങ്ങനെ ഏറ്റു പറയുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മളെ തേടി എത്തുന്നത്. അപ്പോൾ ദൈവം ചോദിക്കുക, ഞാൻ ആരെ അയക്കേണ്ടോ, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന്. ഞാൻ റെഡിയെന്ന് പറഞ്ഞ് അതിലോട്ട് ആ ദൈവപ്രവൃത്തിയിലോട്ട് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പിന്നെ ശക്തിയോടുകൂടി ദൈവം ഉപയോഗിച്ചു. അതേപോലെ നമ്മളെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ദൈവം നമ്മളെ വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാം. അതേപോലെ ആ ഇളയ മകനെ നമ്മൾ നോക്കുമ്പോൾ ആ ഇളയ മകനും ആ അപ്പൻ്റെ സന്തോഷ സമാധാനത്തിൽ നിന്ന് മാറിപ്പോയതായിരുന്നു, ലോകത്തിലേക്ക് പോയതായിരുന്നു. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്നവരും ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. ഒരു സമയം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, ദൈവത്തിൻ്റെ മകളായിട്ട് അല്ലെങ്കിൽ മകനായിട്ട് ജീവിച്ചതാണ്. ഇപ്പോൾ നമ്മൾ മാറിപ്പോയി. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റുപറയാം, ആ ഇളയ മകൻ അപ്പനോട് താൻ പറഞ്ഞതുപോലെ, അപ്പൻ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ മടങ്ങി വരുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യേശുവിനോട് ഏറ്റുപറയുക, അപ്പൻ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറഞ്ഞാൽ ആ അപ്പൻ നമ്മളെ കാത്തിരിക്കുക. എപ്പോഴാണ് എൻ്റെ മകൾ നഷ്ടപ്പെട്ടു പോയി, അയ്യോ എൻ്റെ മകൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ആ സ്വർഗത്തിലെ ദൈവം നമ്മളെ കാത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓടി വരണതും ആ മാറോട് ചേർക്കുന്ന ഒരു സ്നേഹം നമുക്കുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞ ആ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് പോവുക. നമ്മളെ പാപങ്ങളാണ് ദൈവത്തോട് അടുക്കാൻ വേണ്ടി നമ്മുടെ തടസ്സമായി നിൽക്കുന്നത്, നമ്മുടെ പാപമാണ്. ആ പാപങ്ങളെല്ലാം ദൈവത്തോട് അടുക്കാൻ സാധിക്കാത്ത നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് പാപത്തിന് പരിഹാരമായി മരിച്ച ആ ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ഒരു വിടുതൽ നമുക്കുണ്ട്. ഞാൻ നിങ്ങളുടെ പാപങ്ങൾ എത്ര എന്നെ ചുവന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് അരുളി ചെയ്ത ആ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം. ആ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി മാറി ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിച്ച് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാം, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, വചനം കേട്ട ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പത്രോസ് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ പാപിയായ മനുഷ്യനെന്ന് പറഞ്ഞപ്പോൾ ദൈവപ്രവൃത്തി നടന്നതുപോലെ ഈ ജനങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടി അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത അവകാശമാക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരാരും നഷ്ടപ്പെട്ടു പോകാതെ ഹൃദയത്തിൽ വചനം ആഴത്തിൽ പ്രവർത്തിച്ച് എല്ലാ നിത്യതയ്ക്ക് ഓഹരിക്കാരും ആവാൻ വേണ്ടി അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗങ്ങളാൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുവെങ്കിൽ രോഗം മാറുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലാവസ്ഥയിൽ പ്രതിസന്ധിയിലും അകപ്പെട്ടിരിക്കുന്നവരെ ആ പ്രതികൂലങ്ങളെല്ലാം മാറ്റി ഹൃദയത്തിൽ ദൈവിക സമാധാന സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടാണ് യേശു നാം തന്നെ. ആമേൻ.